വിശ്വാസിയുടെ മാനസിക യാത്ര. സത്യവിശ്വാസി ഭീരുത്വം എന്ന വികാരത്തെ അകറ്റി നിർത്തുന്നു. അചഞ്ചലമായ മനസ്സോടെ ഉന്നതമായ ആത്മീയ ഗുണങ്ങളുടെ ഒരു മാനസിക യാത്രാസംഘത്തെ അയാൾ ഒരുക്കുന്നു. ഇച്ഛാശക്തിയെയും ഭക്തിയെയും നേതൃസ്ഥാനത്ത് നിയമിച്ച് അവൻ തന്റെ യാത്ര ആരംഭിക്കുന്നു. ഹൃദയത്തെ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമാക്കിയാൽ തനിക്കൊടുവിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് അചഞ്ചലമായ വിശ്വാസത്തോടെ അയാൾ അറിയുന്നു. എന്നും മുന്നോട്ട് അയാൾ യാത്ര ചെയ്യുന്നു. വഴിയിൽ ഉന്നതമായ നേട്ടങ്ങളെ സ്വീകരിക്കുന്നു. പക്ഷേ അവയിലൊന്നിലും ഒട്ടിപ്പിടിക്കാൻ സ്വയം അനുവദിക്കുന്നില്ല. ലക്ഷ്യത്തിലെത്തുന്നതുവരെ അയാൾ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ളവനാണ് ഒരു യഥാർത്ഥ ഭക്തൻ. മാറ്റത്തെ ധൈര്യത്തോടെ സ്വീകരിക്കുക. മാറ്റം മെച്ചപ്പെട്ട മാറ്റമാണെങ്കിൽ പോലും അത് പലപ്പോഴും ഭയത്തോടെയാണ് സമീപിക്കപ്പെടുന്നത്. എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ ആളുകൾ ചിന്തിക്കുന്നു, എനിക്കൊന്നും അവശേഷിക്കില്ലേ? അറിയാവുന്നതിനെ ഉപേക്ഷിച്ച് അറിയാത്തതിനെ സ്വീകരിക്കാൻ ധൈര്യം വേണം. പരിചിതമായ ഒരു വേദന ഉപേക്ഷിച്ച് അജ്ഞാതമായതും അതിനാൽ അനിശ്ചിതമായതുമായ ഒരു സന്തോഷത്തിനായി ഇറങ്ങിത്തിരിക്കുക എന്നത് എളുപ്പമല്ല. മനസ്സ് വർഷങ്ങളായി ഒരു വണ്ടി വലിച്ചുകൊണ്ടു പോകുന്ന ഒരു കുതിരയെപ്പോലെയാണ്. ആ കുതിര അതിന്റെ ദിവസേനയുള്ള വഴിയിൽ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പുതിയ വഴിയിൽ നടക്കാൻ അതിനെ എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ മനസ്സിനും അതിന്റെ പഴയ ശീലങ്ങൾ അവ ദുരിതം മാത്രമേ ഉണ്ടാക്കൂ എന്ന് അറിയാമെങ്കിൽ പോലും എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. പ്രയോജനകരമായ മാറ്റങ്ങളെ ധൈര്യത്തോടെ സ്വീകരിക്കണം. മെച്ചപ്പെട്ട കാര്യങ്ങൾക്കുവേണ്ടിയുള്ള ഒരാളുടെ പ്രതീക്ഷകൾ അവ നേടിയെടുക്കുമെന്ന ഭയത്താൽ എതിർക്കപ്പെടുന്നിടത്തോളം കാലം മനസ്സിനൊരിക്കലും സമാധാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാറ്റത്തെ ജീവിതത്തിലെ ഒരേയൊരു സ്ഥിരമായ കാര്യമായി സ്വീകരിക്കുക. നമ്മുടെ ജീവിതങ്ങൾ നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിരാശകളുടെയും അനന്തമായ ഒരു ഘോഷയാത്രയാണ്. ഒരു നിമിഷം നമ്മൾ പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റുകളാൽ ഭീഷണി നേരിടുന്നതായി കാണുന്നു. നിമിഷങ്ങൾക്കുശേഷം ഒരു വെള്ളിരേഖ ചാരനിറമുള്ള മേഘങ്ങളെ ശോഭയുള്ളതാക്കുന്നു. പിന്നീട് പെട്ടെന്ന് ആകാശം വീണ്ടും നീലയായി മാറുന്നു.